നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. അപ്പൊ എക്സാമിന് നമ്മുടെ മൂന്നാമത്തെയും നാലാമത്തെയും യൂണിറ്റിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദ്യങ്ങൾ പലതും അതിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. നിങ്ങൾ ആരും ഹിന്ദി എക്സാം ആണെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഓരോന്നും അർത്ഥം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആയേ ഖരീദേ, വരൂ വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള ചിത്രമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ലിഖേ ക്യാ ക്യാ ഹെ, ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് എഴുതാനാണ് നമുക്ക് ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ചിത്രം കാണുമ്പോൾ ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ഓരോന്നിനും എന്താണ് പറയാന്നുള്ളത് മലയാളത്തിലും ഇംഗ്ലീഷിലും എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഹിന്ദിയിൽ എന്താ പറയാ എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ചിത്രത്തിലുള്ള ഓരോന്നിനും എന്താണ് ഹിന്ദിയിൽ പറയാന്ന് നമുക്ക് താഴെ എഴുതി കൊടുത്തിട്ട് വായിച്ചു നോക്കാം. അപ്പൊ മുകളിലെ ചിത്രത്തിൽ ഓരോന്നും ഞാൻ താഴേക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിന്റെയും കൂടെ അതിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിത്രം നോക്കിയിട്ട് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ആ ചിത്രത്തിലുള്ള ഫ്രൂട്ടിന് എന്താണ് ഹിന്ദിയിൽ പറയാ എന്ന് പഠിക്കാനും പറ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ വായിച്ചു നോക്കാം. ആദ്യം തന്നെ ചിത്രം നോക്കിയാൽ മനസ്സിലാവും എന്താണ്. ഓറഞ്ച് ആണ്. ഓറഞ്ചിന് ഹിന്ദിയിൽ സന്തര എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് പഴമാണ്. പഴത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാ, ബനാന എന്നാണ് പറയാ. പക്ഷെ ഹിന്ദിയിൽ കേല എന്നാണ് പറയുന്നത്. അപ്പൊ ഓറഞ്ച് ആണ്. ഓറഞ്ചിന് ഹിന്ദിയിൽ എന്താ പറയാ, സന്തര. പഴത്തിന് കേല. മൂന്നാമത്തെ ചിത്രത്തിലുള്ളത് പൈനാപ്പിൾ ആണ്. അപ്പോൾ ഹിന്ദിയിൽ പൈനാപ്പിളിന് പൈനാപ്പിൾ എന്നാണ് പറയുന്നത്. നാലാമത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് പ്ലം ആണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് റൈറ്റ് സൈഡിൽ മുകളിലുള്ളത് വായിച്ചു നോക്കിയാൽ ഷക്കർക്കന്ത് എന്നാണ് പറയുന്നത്. അതായത് സ്വീറ്റ് പൊട്ടാറ്റോ. നമ്മുടെ നാട്ടിൽ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ ബിസ്ക്കറ്റ് ആണ്. ബിസ്ക്കറ്റിന് ഹിന്ദിയിൽ ബിസ്കുട്ട് എന്നാണ് പറയുന്നത്. അതിന് താഴെയുള്ളത് ചോക്ലേറ്റ്. അപ്പൊ അതിൻ്റെയും ചിത്രമുണ്ട്. അവസാനമായിട്ടുള്ള ചിത്രത്തിൽ പുതിനയുടെ എണ്ണം കൊടുത്തിട്ടുള്ളത്. അതിന് ഹിന്ദിയിൽ പേപ്പർമെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ തന്നെ നമ്മൾ ഹിന്ദിയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്തു, പഠിച്ചെടുത്തു അല്ലെ. ഒരു 8 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളത്. അതായത് സന്തര, കേല, പൈനാപ്പിൾ, പ്ലം, ഷക്കർക്കന്ത്, ബിസ്കുട്ട്, ചോക്ലേറ്റ് ഓർ പേപ്പർമിന്റ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. ലിഖേ കിസ്നി കഹ. കിസ്നി കഹ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു എന്നാണ്. അതായത് ആരാണ് താഴെ കൊടുത്തിട്ടുള്ള സെന്റൻസ് പറഞ്ഞതെന്ന് എഴുതാനാണ് നമുക്ക് ഇവിടെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ കണ്ടോ യുവതി ഓർ ലേഖക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ തന്നിട്ടുള്ള ഓരോ കാര്യം വായിച്ചിട്ട് ലേഖക പറഞ്ഞതാണെങ്കിൽ ലേഖക എന്നും അല്ലെങ്കിൽ യുവതി പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ യുവതി എന്നും എഴുതി കൊടുക്കണം. അപ്പൊ നമുക്ക് താഴെയുള്ള ഓരോന്നും വായിച്ച് അതിന് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് എഴുതി കൊടുക്കാം. സന്തര മീഠാ ഹെ. സന്തര എന്ന് പറഞ്ഞാല് ഓറഞ്ച് ആണ്. മീഠ എന്ന് പറഞ്ഞാല് മധുരമുള്ള. മീഠാ ഹെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ അതൊരു ചോദ്യമാണ്. ഓറഞ്ച് മധുരമുള്ളതാണോ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ആരാ ചോദിച്ചത്, ലേഖക ആണ് അല്ലെ. നമ്മുടെ ലേഖക ആണ് ഈ പെട്ടിക്കടയിൽ പോയിട്ട് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ് സന്തര മീഠാ ഹെ, ഓറഞ്ച് മധുരമുള്ളതാണോ എന്നുള്ളത്. പിന്നെ നമുക്ക് താഴെയുള്ള വായിച്ചു നോക്കാം. ഏക് പാവ് ചീനി മേ തോ ജ്യാദാ മീഠാ നഹി ഹോഗാ. ഏക് പാവ് എന്ന് പറഞ്ഞാല് ഏക് പവ്വ എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അതായത് ഒരു 1/4 ഭാഗം. ചീനി എന്ന് പറഞ്ഞാല് പഞ്ചസാരയാണ്. ചീനി മേ എന്ന് പറഞ്ഞാല് പഞ്ചസാരയിൽ. ജ്യാദ എന്ന് പറഞ്ഞാല് കൂടുതൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മീഠ എന്ന് പറഞ്ഞാല് മധുരമുള്ള. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു 1/4 ഭാഗം പഞ്ചസാരയില് കൂടുതൽ ധാരാളം മധുരമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്, ലേഖക എന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴെയുള്ളത് വായിച്ചു നോക്കാം. മീഠാ ഹേ തോ ക്യൂ നഹി മീഠാ ഹോഗാ. അതായത്
ഓറഞ്ചിന് എന്താണ് ഓൾറെഡി ഒരു മധുരം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് മധുരം ഉള്ളതാണെങ്കിൽ പിന്നെ എങ്ങനെ അത് മധുരം ഇല്ലാതെ ഇരിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മളായാലും ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ഇത് മധുരം ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ കടയിലുള്ള ആളുകൾ എന്താ പറയാ, ആ നല്ല മധുരമുള്ള സാധനമാണെന്ന് തന്നെയല്ലേ പറയാ. അപ്പൊ അതേപോലെ തന്നെ ഈ യുവതി എന്താണ് നമ്മുടെ ലേഖകന്റെ അടുത്ത് പറയാണ് മധുരം ഉള്ളതാണെങ്കിൽ പിന്നെ എങ്ങനെ അത് മധുരം ഇല്ലാതെ ഇരിക്കും എന്ന് പറയാണ്. അപ്പൊ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് യുവതി എന്ന്. ഇപ്പൊ യുവതിന്റെ ഗ്രീൻ കളറിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളെ ലേഖക പറഞ്ഞിട്ടുള്ള കാര്യം ഒരു റെഡ് കളറിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ളത് വായിച്ചു നോക്കാം. കിത്നി ചീനി ഡാലി. കിത്നി എന്ന് പറഞ്ഞാല് എത്ര, ചീനി എന്ന് പറഞ്ഞാല് ഷുഗർ ആണ്, പഞ്ചസാരയാണ്. അപ്പൊ എത്ര പഞ്ചസാര ചേർത്തു എന്ന് നമ്മുടെ ലേഖകനാണ് ഈ യുവതിയുടെ അടുത്ത് തമാശയിൽ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ലേഖകൻ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്താണ് തമാശയ്ക്ക് ചോദിക്കുകയാണ്. അതായത് ഒരു ഓറഞ്ചിന്റെ മധുരം നമുക്കത് കഴിച്ചു നോക്കാതെ അറിയാൻ പറ്റുമോ? ഇല്ല, അറിയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം യുവതി നല്ല മധുരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എത്ര പഞ്ചസാര ചേർത്തു എന്ന് ഒരു തമാശയിൽ ചോദിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ളത് വായിച്ചിട്ട് അത് ആരാണ് പറഞ്ഞതെന്ന് നോക്കാം. ഏക് പവ്വ. ഏക് പവ്വ എന്ന് പറഞ്ഞാല് ഒരു കാൽ ഭാഗം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അത് ആരാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, യുവതിയാണ്. അതായത് നമ്മുടെ ലേഖകൻ ചോദിക്കാണ് കിത്നി ചീനി ഡാലി, എത്ര പഞ്ചസാര ഇട്ടു എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ യുവതി എന്താ പറഞ്ഞത്, ഏക് പവ്വ എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തപ്പോൾ ആര് പറഞ്ഞതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെ നോക്കുമ്പോ. പിന്നെ നമുക്ക് താഴെയുള്ളത് വായിച്ചോ. ഹാ തബ് തോ ജറൂർ മീഠാ ഹോഗ. ജറൂർ എന്ന് പറഞ്ഞാല് തീർച്ചയായും, ശരിയെങ്കിൽ തീർച്ചയായും മധുരമാകും എന്ന് പറഞ്ഞിട്ടുള്ളത് ലേഖകാണ്. പിന്നെ നമുക്ക് താഴെയുള്ളത് വായിച്ചു നോക്കാം. ദോ പവ്വ. ദോ എന്ന് പറഞ്ഞാല് രണ്ടാണ്, പവ്വ എന്ന് പറഞ്ഞാല് കാൽ ഭാഗം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഹാഫ് പോർഷൻ, ഒരു പകുതി ഭാഗം പഞ്ചസാര ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ളത് യുവതിയാണ്. അപ്പൊ നമ്മുടെ ലേഖകന് ഇങ്ങനെ യുവതിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പഞ്ചസാര ചേർത്തു. അതിനുള്ള മറുപടിയാണ് എന്ത് ആദ്യം പറഞ്ഞത്, ഏക് പവ്വ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ദോ പവ്വ എന്നുള്ളത്. പിന്നെ നമുക്ക് താഴത്തെ വായിച്ചു നോക്കാം. ഹാ ബഹുത് മീഠ. അതെ, വളരെ മധുരമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് യുവതിയാണ്. അപ്പൊ ഞാനിവിടെ തന്നിട്ടുള്ളതില് യുവതിയും ലേഖക്കും പറയുന്നത് സെപ്പറേറ്റ് കളറുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഞാൻ ഓരോന്നിന്റെ അർത്ഥം വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ആ കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. കഹാനി സി ഗുജറി പ്രസ്താവ് പർ ഗലത് യാ സഹി ലഗായേ. അതായത് കഥയിലൂടെ കടന്നുപോയിട്ട് പ്രസ്താവനയിൽ തെറ്റായിട്ടും ശരിയായിട്ടും കൊടുത്തിട്ടുള്ളത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 20 സാൽ ബാദ് എന്ന് എഴുതിയത് നിങ്ങൾ കണ്ടോ. 20 എന്ന് പറഞ്ഞാൽ 20ആണ്, സാൽ എന്ന് പറഞ്ഞാൽ വർഷമാണ്, ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. അതായത് 20 വർഷത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് ഇവിടെ തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കഥ വായിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ആ കഥയില് നമുക്ക് എന്താണ് കഥ എന്ന് കറക്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ച് തെറ്റായിട്ടുള്ളതും ശരിയായിട്ടുള്ളതും തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ളത്. അപ്പൊ അത് കണ്ടെത്താനുള്ള ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഓരോന്നും വായിച്ചു നോക്കിയിട്ട് നമ്മുടെ കഥയിൽ നടന്ന ശരിയായിട്ടുള്ളതും തെറ്റായിട്ടുള്ളതും മാർക്ക് ചെയ്ത് നോക്കാം. ലേഖക് ഷില്ലോങ് ഗയ. എഴുത്തുകാരൻ ഷില്ലോങ്ങിലേക്ക് പോയി. അതായത് നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേഖകൻ 20 വർഷത്തിന് ശേഷമാണ് ഷില്ലോങ്ങിലേക്ക് പോയതെന്ന്. അപ്പൊ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ, നമ്മുടെ കഥയിൽ നടന്നിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ശരിയായിട്ടുള്ളത് അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്, ലേഖക് ഷില്ലോങ് ഗയ, ലേഖകൻ ഷില്ലോങ്ങിലേക്ക് പോയി എന്നുള്ളത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഇനി താഴെയുള്ളത് വായിച്ചു നോക്കാം. ഗുംട്ടി സൂപ്പർ മാർക്കറ്റ് ബൻ ഗയ. ഗുംട്ടി എന്ന് പറഞ്ഞാല് പെട്ടിക്കട, സൂപ്പർ മാർക്കറ്റ് ബൻ ഗയ. ഗുംട്ടി അതായത് നമ്മുടെ പെട്ടിക്കട സൂപ്പർ മാർക്കറ്റായി മാറി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അത് തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, നമ്മുടെ ലേഖകൻ 20 വർഷങ്ങൾക്ക് ശേഷം ഷില്ലോങ്ങിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ പെട്ടിക്കട 20 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് പണ്ടും പെട്ടിക്കടയായിരുന്നു, ഇപ്പോഴും എന്താണ് പെട്ടിക്കടയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്.
അപ്പൊ ഇതെന്താണ്? തെറ്റായിട്ടുള്ളതാണ്. കാരണം സൂപ്പർ മാർക്കറ്റായി മാറിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളെ എക്സാമിന് അത് ഒരു പക്ഷേ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഗുംട്ടി സൂപ്പർ മാർക്കറ്റ് ബൻ ഗയ എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അപ്പൊ തന്നെ തെറ്റായിട്ട് മാർക്ക് ചെയ്യുക. കാരണം എന്താ? അന്നും പെട്ടിക്കടയാണ്, ഇന്നും പെട്ടിക്കടയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതെന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് താഴെയുള്ളത് വായിച്ചോ. യുവതി കെ പാസ് ഉസ്കി ചോട്ടി സി ലടുക്കി ബി ബാറ്റി ഥി. പാസ് എന്ന് പറഞ്ഞാല് അടുത്ത്, അതായത് യുവതിയുടെ അടുത്ത് അവളുടെ ചെറിയ കുട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ശരിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? നമ്മുടെ ലേഖകൻ 20 വർഷത്തിന് ശേഷം തിരിച്ചു വന്നപ്പോ അവിടെ ബൂഡികാങ് എന്ന് പറഞ്ഞാൽ എന്താ? വൃദ്ധയായ കച്ചവടക്കാരി ഉണ്ടായിരുന്നില്ല. പകരം ആരാ ഉണ്ടായിരുന്നത്? ആ യുവതിയും ആ യുവതിയുടെ അടുത്ത് ഒരു ചെറിയ കുട്ടിയും ആയിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ശരിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കഥയിലുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ താഴെയുള്ളത് വായിച്ചു നോക്കാം. ലേഖകോ ബൂഡികാങ് കി യാദായി. ബൂഡികാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൃദ്ധയായ കച്ചവടക്കാരി. യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ. നമ്മുടെ ലേഖകന്, അതായത് നമ്മുടെ എഴുത്തുകാരന്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? യായാവർ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ആരെ ഓർമ്മ വന്നത്? ആ വൃദ്ധയായ ഓറഞ്ചൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരിയെ ഓർമ്മ വന്നു. അപ്പൊ അത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ അത് ശരിയെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയുള്ളത് വായിച്ചു നോക്കാം. ഗുംട്ടി മേ വൃദ്ധ നസറായി. ഗുംട്ടി എന്ന് പറഞ്ഞാല് പെട്ടിക്കടയാണ്. ഗുംട്ടി മേ എന്ന് പറഞ്ഞാല് പെട്ടിക്കടയിൽ, അതായത് പെട്ടിക്കടയിൽ ഒരു വൃദ്ധയെ കണ്ടു. അപ്പൊ നിങ്ങൾ തന്നെ ഓർത്ത് നോക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? 20 വർഷത്തിന് ശേഷമാണ്. അപ്പൊ നമ്മുടെ ലേഖകൻ 20 വർഷത്തിന് ശേഷം വന്നപ്പോ അവിടെ ആരെ കണ്ടിട്ടുണ്ടായിരുന്നു? യുവതിയെയും അതേപോലെ അവളുടെ ചെറിയ കുട്ടിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ലേഖകൻ 20 വർഷത്തിന് മുന്നേ ആരെ കണ്ടിട്ടുണ്ടായിരുന്നു? നമ്മുടെ ബൂഡികാങ്ങിനെ, അതായത് വൃദ്ധയായ കച്ചവടക്കാരിയെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ 20 വർഷത്തിന് ശേഷം വന്നപ്പോ ഈ വൃദ്ധയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയുള്ള അവസാനത്തെ വായിച്ചു. ഗുംട്ടി മേ യുവതി അക്കേലി ബേട്ടി ഥി. ഗുംട്ടി എന്ന് പറഞ്ഞാല് പെട്ടിക്കടയാണ്. ഗുംട്ടി മേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഗ്രാമർ മറക്കരുത്, പെട്ടിക്കടയിൽ എന്നാണ്. അക്കേലി എന്ന് പറഞ്ഞാല് ഒറ്റയ്ക്ക്. ബേട്ടി ഥി, അതായത് പെട്ടിക്കടയിൽ യുവതി ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്ന്. കാരണം എന്താ? നമ്മുടെ ഇവിടെ 3ാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുവതി കെ പാസ് ഉസ്കി ചോട്ടി സി ലടുക്കി ബി ബാറ്റി ഥി. യുവതിയുടെ അടുത്ത് ആര് ഇരിക്കുന്നുണ്ടായിരുന്നു? അവളുടെ ചെറിയ കുട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ശരിയായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെറ്റല്ലേ? കാരണം യുവതി ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ല. അപ്പൊ അത് തെറ്റായിട്ടും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഇനി അടുത്തതായിട്ട് ചലൈ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാമിന് എഴുതാൻ പറ്റുന്ന പോലെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ക്രം മേ ലിഖേ, ക്രമത്തിൽ എഴുതുക എന്നതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം. നമ്മുടെ ചലൈ എന്നുള്ള കഹാനിയുടെ ഓരോ ഇൻസിഡന്റും തെറ്റായ ഓർഡറിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ശരിയായിട്ടുള്ള ഓർഡറിൽ നമ്മൾ താഴേക്ക് എടുത്തെഴുതണം. അപ്പൊ ഇതില് 6 പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. അത് വായിച്ചു നോക്കാം. അമ്മാനെ സപ്ന ദേഖ, वो टुक्कू को स्कूटी पर बिठाए स्कूൾ छोड़ने जा रही है. അമ്മ ടുക്കുവിനെ സ്കൂട്ടിയിൽ ഇരുത്തിയിട്ട് സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നത് സ്വപ്നം കണ്ടു. അമ്മാനെ ടുക്കു के लिए साइकिल और अपने लिए एक स्कूटी खरीद ली. അമ്മ ടുക്കുവിന് വേണ്ടി സൈക്കിളും തനിക്ക് വേണ്ടി സ്കൂട്ടിയും വാങ്ങിച്ചു. അമ്മ की कोहनी और घुटने छिल गए. അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഉരഞ്ഞ് ഇളകി. अम्मा और टुक्कू एक दूसरे के गले में बाहें डालकर सो गए. അമ്മയും ടുക്കുവും പരസ്പരം കഴുത്തില് കൈകളിട്ടുകൊണ്ട് ഉറങ്ങി. സൈക്കിൾ ടുക്കു ദോനോ ഗിർ പടേ. സൈക്കിളും ടുക്കുവും രണ്ടും താഴെ വീണു. സുബഹ് ടുക്കു ने अपनी साइकिल निकाली और अम्मा ने अपनी स्कूटी. രാവിലെ ടുക്കു തന്റെ സൈക്കിൾ എടുത്തു, അമ്മ തന്റെ സ്കൂട്ടിയും എടുത്തു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അപ്പൊ നമ്മുടെ സ്റ്റോറി ഇവിടെ തെറ്റായിട്ടുള്ള ഓർഡറിലാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് ശരിയായിട്ടുള്ള ഓർഡറിൽ താഴേക്ക് എടുത്തെഴുതാം. ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ഉത്തരം തന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അമ്മാനെ ടുക്കു के लिए സൈക്കിൾ और अपने लिए एक സ്കൂട്ടി खरीद ली. അമ്മ ടുക്കുവിന് വേണ്ടിയിട്ട് ഒരു സൈക്കിളും തനിക്ക് വേണ്ടി ഒരു സ്കൂട്ടിയും വാങ്ങിച്ചു. അപ്പൊ അതിനുശേഷമുള്ളത് സുബഹ് ടുക്കുനെ അപ്നി സൈക്കിൾ നിക്കാലി और അമ്മാനെ അപ്നി സ്കൂട്ടി. രാവിലെ ടുക്കു തന്റെ സൈക്കിൾ എടുത്തു, അമ്മ തന്റെ സ്കൂട്ടിയും എടുത്തു. സൈക്കിൾ ടുക്കു ദോനോ ഗിർപടെ. സൈക്കിളും ടുക്കുവും രണ്ടും വീണു അല്ലെ. ടുക്കു രാവിലെ സൈക്കിൾ എടുത്ത് അത് ഓടിക്കാൻ ഇറങ്ങിയപ്പോ എന്താണ്, പെടല് കാലിലെത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് സംഭവിച്ചു, ബാലൻസ് തെറ്റിയിട്ട് ടുക്കും സൈക്കിളും താഴെ വീഴാണ് സംഭവിച്ചത്. അപ്പൊ അതാണ് ഇവിടെ മൂന്നാമത്തെ വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് അമ്മാക്കി കോഹനി ഓർ ഘുട്ടനെ ചിൽ ഗയേ. അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഉരഞ്ഞ് ഇളകി. അപ്പൊ അമ്മയും സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചപ്പോ എന്താണ്, ബ്രേക്ക് വിട്ടിട്ട് ബാലൻസ് തെറ്റി അമ്മയും വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഉരഞ്ഞ് ഇളകിയത്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. അമ്മ और टुकु एक दूसरे के गले में बाहें डालकर सो गए. അമ്മയും ടുക്കുവും പരസ്പരം കഴുത്തില് കൈകളിട്ടുകൊണ്ട് ഉറങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവർക്ക് ആക്സിഡന്റ് സംഭവിച്ചില്ല. രണ്ടുപേരും ബാലൻസ് തെറ്റി വീണു. ടുക്കുവിന്റെ തലയിൽ ഒരു മുഴ വന്നു. അമ്മേന്റെ കാൽമുട്ടിലും കൈമുട്ടിലെയും തൊലി ഉരഞ്ഞിളകി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനുശേഷം രാത്രി വന്നിട്ട് എന്താണ്, അവരിത് ഡിസ്കസ് ചെയ്തതിന് ശേഷം രണ്ടുപേരും എന്താണ്, പരസ്പരം കൈകള് കഴുത്തിലിട്ടുകൊണ്ട് ഉറങ്ങി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് വായിച്ചു നോക്കാം. അമ്മാനെ സപ്നാ ദേഖ वो टुक्कू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. അമ്മ സ്വപ്നം കണ്ടു. അമ്മ എന്താ സ്വപ്നം കണ്ടത്, അമ്മ ടുക്കുവിനെ സ്കൂട്ടിയിൽ ഇരുത്തി സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതാണ് അമ്മ സ്വപ്നമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ക്രമത്തിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മളെപ്പോഴും കഥയിലുള്ള പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട്. പിന്നെ സ്റ്റോറി നിങ്ങൾ എന്ത് ചെയ്യുക, മലയാളത്തിലോ ഇംഗ്ലീഷിലോ മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ചലേ എന്നുള്ള സ്റ്റോറി ഓർഡർ തെറ്റിയിട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ക്രമത്തിൽ എഴുതേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നന്നായി വായിച്ചിട്ട് തന്നെ ഉത്തരങ്ങൾ എഴുതുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഡയറിയാണ് പഠിക്കാനുള്ളത്. നമ്മുടെ പല എക്സാമുകളിലും ഡയറി എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ നമുക്ക് ആ ചോദ്യം വായിച്ച് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഡയറി എഴുതേണ്ടതെന്നുള്ള കാര്യം നോക്കാം. ടുക്കു കി ഡയറി ലിഖേ. ടുക്കുവിന്റെ ഡയറി എഴുതാനുള്ള ചോദ്യമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ താഴെ ടുക്കുവിന്റെ ഡയറി എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ഹിന്റ്സ് തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കാം. സ്കൂട്ടർ ഓർ സൈക്കിൾ ഖരീദന. സ്കൂട്ടറും സൈക്കിളും വാങ്ങിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്കൂട്ടറും അതേപോലെ ടുക്കുവിന് വേണ്ടിയിട്ട് സൈക്കിളും വാങ്ങിക്കുന്നതിനെ കുറിച്ച് പറയണം. പിന്നെ അടുത്തതായിട്ടുള്ളത് രാത് മേ നീന്ത് നഹി ആന. രാത്രിയിൽ ഉറക്കം വരാതിരുന്നത്. ടുക്കുവിന് സൈക്കിള് വാങ്ങിയത് കൊണ്ട് തന്നെ രാത്രി സന്തോഷം കൊണ്ട് എന്താണ്, ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് പറയണം. സുബഹ് സൈക്കിൾ ഓർ സ്കൂട്ടി നിക്കാൽന. രാവിലെ സൈക്കിളും സ്കൂട്ടറും പുറത്തെടുക്കുന്നതിനെ കുറിച്ചിട്ട് പറയണം. ടുക്കു ഓർ അമ്മാക്ക ആപ്പസി പരവ കന്ന. ടുക്കുവും അമ്മയും പരസ്പരം കെയർ ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഈ ഡയറിയിൽ പറയേണ്ടതുണ്ട്. സ്കൂട്ടർ സേ ഓർ സൈക്കിൾ സേ ഗിർന. സ്കൂട്ടറിൽ നിന്നും സൈക്കിളിൽ നിന്നും വീഴുന്നതിനെ കുറിച്ച്. ദോനോക്കോ മസ ആന. രണ്ടുപേരും എൻജോയ് ചെയ്യുന്നതിനെ കുറിച്ച്. ആഗേക്ക സപ്ന ദേഖ്ന. മുന്നോട്ടുള്ള സ്വപ്നം കാണുന്നതിനെ കുറിച്ചിട്ടും ഡയറിയിൽ പറയേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഡയറി എഴുതി കൊടുക്കാം. അപ്പൊ ടുക്കുവിന്റെ ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ദിവസം നടന്ന എല്ലാ ഇൻസിഡൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡയറി എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. ഇപ്പൊ ഇവിടെ നമ്മുടെ ഡയറിയിൽ റൈറ്റ് സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട് 2 ജനുവരി രവിവാർ. രവിവാർ എന്ന് പറഞ്ഞാല് ഞായറാഴ്ച, സൺഡേ ആണ്. അപ്പൊ നമുക്ക് ഡയറി വായിച്ചു നോക്കാം. ആജ് കാ ദിൻ മേരെ ലിയേ ബഹുത് ഖാസ് രഹാ. ഇന്നത്തെ ദിവസം എനിക്ക് വളരെയധികം സ്പെഷ്യൽ ആയിരുന്നു.
अम्मा ने मेरे लिए साइकिल और अपने लिए स्कूटी खरीदी. അമ്മ എനിക്ക് വേണ്ടി സൈക്കിളും അമ്മയ്ക്ക് വേണ്ടി സ്കൂട്ടിയും വാങ്ങിച്ചു. മുझे इतनी खुशी हुई कि रात को नींद नहीं आई. എനിക്ക് അത്രയും സന്തോഷമായി, അതുകൊണ്ട് രാത്രി ഉറക്കം പോലും വന്നില്ല. सुबह मैंने अपनी नई साइकिल निकाली और अम्मा ने अपनी स्कूटी निकाली. രാവിലെ ഞാൻ എന്റെ പുതിയ സൈക്കിളും അമ്മ സ്കൂട്ടിയും എടുത്തു. हम दोनों बहुत उत्साह से चले और एक दूसरे का ख्याल रखते रहे. ഞങ്ങൾ രണ്ടുപേരും വളരെ ഉത്സാഹത്തോടെ പോവുകയും പരസ്പരം കെയർ ചെയ്യുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ചലത്തെ ചലത്തെ ഹം ദോനോ ഗിർ ഭി ഗയേ. പോയി പോയി ഞങ്ങൾ രണ്ടുപേരും വീഴുകയും ചെയ്തു. അതായത് ടുക്കു സൈക്കിളിൽ നിന്നും അമ്മ സ്കൂട്ടിയിൽ നിന്നും വീഴുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പെഹലെ തോ തോടാ ദർദ് ഹുവ ലേക്കിൻ ബാദ് മേ ഹം ഖൂബ് ഹസി. ആദ്യമൊക്കെ ചെറിയ വേദന തോന്നി, പക്ഷെ പിന്നീട് ഞങ്ങള് ഒരുപാട് ചിരിച്ചു. ദോനോക്കോ ബഹുത് ആനന്ദായ. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. रात को मैंने सपना देखा कि मैं अम्मा को साइकिल पर बिठाकर बाजार घुमा रहा हूँ. രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടു അമ്മയെ സൈക്കിളിൽ ഇരുത്തി മാർക്കറ്റ് ചുറ്റിക്കറങ്ങുന്നത്. एक दिन मैं ऐसा ही करूंगा और उसके लिए खूब मेहनत करूंगा. ഒരു ദിവസം ഞാൻ അങ്ങനെ തന്നെ ചെയ്യും, അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഡയറി അവസാനിക്കുന്നത്. അപ്പൊ ടുക്കുവിന്റെ ഡയറി നമ്മൾ വായിച്ചു കഴിഞ്ഞു. നമുക്ക് താഴെ തന്ന ആ പോയിന്റുകൾ വെച്ചിട്ടാണ് ഈ ഡയറി എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങള് ഏത് ഡയറി പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാലും എന്താണ് ആദ്യം പഠിച്ചു വെക്കേണ്ടത്, നമ്മൾ ആ കഥ നന്നായി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പൊ ഏത് രീതിയിലുള്ള ഡയറിയോ പത്രോ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിന് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ ടുക്കുവിന്റെ ഡയറി എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ എക്സാമിന് പോകുന്നതിന് മുന്നേ ടുക്കുവിന്റെ ഡയറി ഒന്ന് എഴുതി നോക്കുക. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. ലിഖേ ചിത്ര ക്യാ കഹ രഹാ ഹെ. ചിത്രം എന്താണ് പറയുന്നത് എന്ന് എഴുതാനാണ് നമുക്ക് ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് 5 ചിത്രം തന്നിട്ടുണ്ട്. അപ്പൊ ഈ 5 ചിത്രത്തിലും എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള 5 പോയിന്റിൽ നിന്ന് എടുത്തെഴുതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആ 5 പോയിന്റ് ആദ്യം വായിച്ചു നോക്കി ഈ ചിത്രത്തിന് അനുയോജ്യമായത് എടുത്തെഴുതി കൊടുക്കാം. ആദ്യം ഈ തന്നിട്ടുള്ള ഓരോന്നും വായിച്ചു നോക്കാം. അതിനുശേഷം ഓരോ ചിത്രത്തിലും എന്താണ് പറയുന്നതെന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്കൂട്ടർ പർ ബാറ്റി അമ്മ കോ ടുക്കു ടിഫിൻ ബോക്സ് ദേത്താ ഹെ. സ്കൂട്ടറിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് ടുക്കു ടിഫിൻ ബോക്സ് കൊടുക്കുന്നു. സൈക്കിൾ പർ ബാറ്റേ ടുക്കു കോ അമ്മ ടാറ്റ ദേത്തി ഹെ. സൈക്കിളിൽ ഇരിക്കുന്ന ടുക്കുവിന് അമ്മ ടാറ്റ കൊടുക്കുന്നു. ടുക്കു കെ ചാരോ ഓർ ഉസ്കെ ദോസ്ത് ഖഡേ ഹെ. ടുക്കുവിന്റെ ചുറ്റിലും അവന്റെ ഫ്രണ്ട്സ് നിൽക്കുന്നു. സ്കൂൾ കെ സാമനെ അമ്മ ഓർ ടുക്കു സ്കൂട്ടർ പർ ബൈഠേ ഹെ. സ്കൂളിന് മുന്നിലെ അമ്മയും ടുക്കും സ്കൂട്ടറിൽ ഇരിക്കുന്നു. അപ്പൊ ഈ വായിച്ചിട്ടുള്ള ഓരോന്നും ഏതൊക്കെ ചിത്രത്തിലാണ് വരുന്നതെന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പൊ ഇവിടെ ഓരോ ചിത്രത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ ചിത്രത്തിനും അതേപോലെ ആ ചിത്രത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനും ഒരേ നമ്പർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ തെറ്റാതെ വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ആദ്യത്തെ ചിത്രത്തില് ടുക്കു അമ്മയെ സൈക്കിളിൽ ഇരുത്തി പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബോക്സിൽ 1 എന്ന് എഴുതിയിട്ടുള്ളത് ടുക്കു അമ്മാക്കോ സൈക്കിൾ പർ ബിട്ടാക്കർ ജാത്താ ഹെ. ടുക്കു അമ്മയെ സൈക്കിളിൽ ഇരുത്തി പോകുന്നു. ഇനി രണ്ടാമത്തെ ചിത്രത്തില് ടുക്കുവും അതേപോലെ ടുക്കുവിന്റെ ഫ്രണ്ട്സിനെയും കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട് ടുക്കു കെ ചാരോ ഓർ ഉസ്കെ ദോസ്ത് ഖഡേ ഹെ. ടുക്കുവിന്റെ ചുറ്റിലും അവന്റെ ഫ്രണ്ട്സ് നിൽക്കുന്നു എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ചിത്രത്തില് സ്കൂൾ കെ സാമനെ അമ്മ ഓർ ടുക്കു സ്കൂട്ടർ പർ ബൈഠേ ഹെ. അല്ലെ, അവിടെ അമ്മയും അതേപോലെ ടുക്കുവും സ്കൂട്ടിയിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ അത് ബോക്സിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നാലാമത്തേതില് ടുക്കു സൈക്കിളിൽ പോകുന്നുണ്ട്.
അമ്മ ടുക്കുവിന് ടാറ്റ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എഴുതി കൊടുത്തിട്ടുണ്ട്. സൈക്കിൾ പർ ബേട്ടെ ടുക്കു കോ അമ്മ ടാറ്റ ദേത്തി ഹെ. ഇനി അവസാനത്തെ ചിത്രം, സ്കൂട്ടർ പർ ബേട്ടി അമ്മ കോ ടുക്കു ടിഫിൻ ബോക്സ് ദേത്താ ഹെ. സ്കൂട്ടിയിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് ടുക്കു ടിഫിൻ ബോക്സ് കൊടുക്കുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. സമർത്ഥൻ കരേ സഹി വാക്യ ചുൻകർ ലിഖേ. സമർത്ഥൻ കരേ എന്ന് പറഞ്ഞാല് പിന്തുണയ്ക്കുക. അതായത് തന്നിട്ടുള്ള ചിത്രത്തിലെ ശരിയായ ചിത്രം ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സഹി വാക്യ ചുൻകർ ലിഖേ, ശരിയായ വാക്യം തെരഞ്ഞെടുത്തെഴുതുക. ഇവിടെ നമുക്ക് 8 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ വാക്യങ്ങൾ താഴെ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതണം. അതേപോലെ ശരിയായ ചിത്രത്തിന് നേരെ ടിക്ക് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ളത് വായിച്ചു നോക്കിയിട്ട് ശരിയായവ മുകളിലേക്ക് എടുത്തെഴുതാം. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് വായിച്ചു നോക്കാം. കാർ ചലാത്തെ സമയ സീറ്റ് ബെൽറ്റ് പെഹനെ. കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഇനി താഴെയുള്ളത് വായിച്ചു നോക്കാം. ബൈക്ക് ചലാത്തെ സമയ ഹെൽമെറ്റ് പെഹനെ. ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം. ഇനി റൈറ്റ് സൈഡിലുള്ള വായിച്ചു നോക്കാം. ഗാഡി ചലാത്തെ സമയ മൊബൈൽ കാ ഇസ്തേമാൽ നാ കരേ. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത്. ഇനി താഴെയുള്ളത് അവസാനമായിട്ടുള്ള വായിച്ചു നോക്കാം. ഏക് ബൈക്ക് മേ ദോ ഹി സവാർ ഹോ. ഒരു ബൈക്കിൽ 2 യാത്രക്കാർ മാത്രമേ ഉണ്ടാകാവൂ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ആദ്യത്തെ 2 ചിത്രത്തില് 2 വീലർ ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ചിത്രത്തിലുള്ളത് ആള് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. മറ്റേ ചിത്രത്തില് ഹെൽമെറ്റ് ഒന്നും ധരിക്കാതെയാണ് യാത്ര ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാനുള്ളത് ഏതാണ്? ആദ്യത്തെ ചിത്രമാണ്. കാരണം എന്താ? ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് താഴെ നമുക്ക് ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതാനുണ്ട്. അത് വരുന്നത് ബൈക്ക് ചലാത്തെ സമയ ഹെൽമെറ്റ് പെഹനെ. ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ളതാണ്. അതിവിടെ എഴുതി കൊടുക്കാം. അപ്പൊ ഇവിടെ അത് എഴുതി കൊടുത്തിട്ടുണ്ട്. തെറ്റായ ചിത്രത്തിന് തെറ്റായിട്ടുള്ളതും മാർക്ക് ചെയ്തിട്ടുണ്ട്, ശരിയായത് ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെയുള്ള ചിത്രം നോക്കാം. താഴെയുള്ള ചിത്രത്തിൽ 2 കാറുകളുടെ ചിത്രമാണ്. അതിലൊരാള് സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് യാത്ര ചെയ്യുന്നത്. മറ്റേ ചിത്രത്തിലുള്ള ആള് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ശരിയായതിന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ കാർ ചലാത്തെ സമയ സീറ്റ് ബെൽറ്റ് പെഹനെ. കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴെയുള്ള 2 ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ളത് എഴുതി കൊടുക്കാം. ഇവിടെ ആദ്യത്തെ ചിത്രം തന്നെ തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ബൈക്കിൽ 3 പേരാണ് യാത്ര ചെയ്യുന്നത്. 3 പേരും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. അപ്പൊ തെറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ചിത്രത്തിൽ ഒരു ബൈക്കിൽ 2 പേരാണ് യാത്ര ചെയ്യുന്നത്. അവർ 2 പേരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ എഴുതിയിട്ടുള്ളത് ഏക് ബൈക്ക് മേ ദോ ഹി സവാർ ഹോ. ഒരു ബൈക്കിൽ 2 യാത്രക്കാർ മാത്രമേ ഉണ്ടാകാവൂ എന്നുള്ളതാണ്. പിന്നെ താഴെയുള്ളത് നോക്കാം. താഴെയുള്ള ചിത്രത്തില് ഒരാള് ബൈക്കില് ഫോൺ വിളിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അത് തെറ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ ഒരിക്കലും എന്താണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഫോൺ വന്നു കഴിഞ്ഞാൽ എന്താണ് സൈഡ് പാർക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഫോൺ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ, ഒരാള് വണ്ടി നിർത്തി കാല് നിലത്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഫോൺ വിളിക്കുന്നത്. അപ്പൊ അത് ശരിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ എഴുതി കൊടുത്തിട്ടുള്ളത് ഗാഡി ചലാത്തെ സമയ മൊബൈൽ കാ ഇസ്തേമാൽ നാ കരേ. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അല്ലെ. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഓരോ ചിത്രത്തിലും ശരിയായിട്ടുള്ള ചിത്രം ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തെറ്റായിട്ടുള്ളവ തെറ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. പിന്നെ ഓരോ ചിത്രത്തിനും അനുയോജ്യമായിട്ടുള്ളതാണ് താഴെ എഴുതി കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഇനി അടുത്തതായിട്ട് ചലൈ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാമിന് എഴുതാൻ പറ്റുന്ന പോലെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. പഠേ ലിഖേ ക്യാ ക്യാ ചാഹിയേ. പഠേ എന്ന് പറഞ്ഞാല് വായിക്കൂ എന്നാണ്. ലിഖേ എഴുതൂ. ക്യാ ക്യാ എന്ന് പറഞ്ഞാല് എന്തെല്ലാം എന്നാണ് അർത്ഥം വരുന്നത്. ചാഹിയേ എന്ന് പറഞ്ഞാൽ വേണം.
അപ്പോൾ താഴെയുള്ളത് വായിച്ച് എന്തെല്ലാം വേണമെന്ന് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം ഒരു വിത്ത് മുളച്ച് അതിലേക്ക് കിളിർത്ത് വരുന്നതാണ്. അതിന് നേരെ മിട്ടി ഓർ ബൂന്ത് എന്ന് എഴുതിയിട്ടുണ്ട്. മിട്ടി എന്ന് പറഞ്ഞാല് മണ്ണാണ്, ബൂന്ത് എന്ന് പറഞ്ഞാല് തുള്ളി, അതായത് വെള്ളത്തുള്ളിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മിട്ടി ഓർ ബൂന്ത് എന്ന് പറഞ്ഞാല് മണ്ണും തുള്ളിയും എന്നാണ്. അപ്പൊ ചെടി മുളയ്ക്കാൻ എന്ത് വേണം? മിട്ടി ഓർ ബൂന്ത് വേണം അല്ലെ. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ള ചിത്രം നോക്കി അതിനു വേണ്ടി എന്തെല്ലാം വേണം എന്നുള്ളത് എഴുതി കൊടുക്കാം. ഇപ്പൊ പൂ വിരിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് നമുക്ക് രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത്. അതിന് നേരെ ഹവ ഓർ എന്ന് കൊടുത്തിട്ട് സ്പേസ് വിട്ടിട്ടുണ്ട്. അപ്പൊ ഹവ എന്ന് പറഞ്ഞാല് കാറ്റാണ്. പൂ വിരിയാൻ കാറ്റിന്റെ കൂടെ വേറെ എന്തും കൂടെ വേണം? സൂര്യപ്രകാശം വേണം, വെയില് വേണം അല്ലെ. അപ്പോഴാണ് പൂക്കൾ വളരെ ഭംഗിയായിട്ട് വിരിഞ്ഞു നിൽക്കുക. അപ്പൊ സൂര്യപ്രകാശത്തിന് ഹിന്ദിയില് ധൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് അവിടെ എഴുതി കൊടുക്കാം. ഇപ്പൊ ധൂപ്പ് എന്നിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പൂ വിരിയാൻ എന്തെല്ലാം വേണം? ഹവ ഓർ ധൂപ്പ്. ഞാൻ വായിക്കുമ്പോൾ എന്റെ കൂടെ നിങ്ങൾ വായിക്കുക. അപ്പൊ ഈ ഇങ്ങനത്തെ അക്ഷരങ്ങളൊക്കെ എങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. പൂ വിരിയാൻ എന്ത് വേണം? ഹവ ഓർ ധൂപ്പ് അല്ലേ. കാറ്റും സൂര്യപ്രകാശവും വേണം. മൂന്നാമത്തെ ചിത്രം ഒരു പക്ഷി പറക്കുന്നതാണ് തന്നിട്ടുള്ളത്. അതിന് നേരെ പങ്ക് ഓർ എന്ന് ടെക്സ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ പറക്കാനായി ചിറകും പിന്നെ എന്താ വേണ്ടത്? ആകാശവും വേണം. ആകാശത്തിന് ഹിന്ദിയിൽ ആസ്മാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? പങ്ക് ഓർ ആസ്മാൻ എന്നാണ്. അപ്പൊ നമുക്കിത് ഒന്നുകൂടെ ഈ 3 ചിത്രം വായിച്ചു നോക്കാം. അപ്പൊ ആദ്യത്തെ ചിത്രത്തില് വിത്ത് മുളയ്ക്കാൻ എന്ത് വേണം? മിട്ടി ഓർ ബൂന്ത് എന്ന് വേണം. അതിന്റെ മലയാളം താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. ഇനി താഴെ രണ്ടാമത്തെ ചിത്രം ഹവ ഓർ ധൂപ്പ് അല്ലെ. പൂ വിരിയാൻ എന്ത് വേണം? ഹവ ഓർ ധൂപ്പ്. കാറ്റും സൂര്യപ്രകാശവും വേണം. ഇനി അവസാനത്തെ ചിത്രത്തില് പക്ഷിക്ക് പറക്കാനായി എന്ത് വേണം? പങ്ക് ഓർ ആസ്മാൻ. ചിറകും ആകാശവും വേണം. അപ്പൊ നമ്മുടെ മിലേ സബ്കോ എന്ന ചാപ്റ്ററിൽ നിന്ന് ചിത്രം തന്നിട്ട് ഉത്തരം എഴുതാൻ പറഞ്ഞ അതെങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. ജോഡേ ഓർ വാക്യ ലിഖേ. ജോഡേ എന്ന് പറഞ്ഞാല് ജോഡിയാക്കൂ എന്നാണ്. വാക്യ ലിഖേ എന്ന് പറഞ്ഞാല് സെന്റൻസ് എഴുതൂ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം ജോഡിയാക്കാനും സെന്റൻസ് എഴുതാനുമാണ്. അപ്പൊ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് ഓർഡർ തെറ്റിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് വായിച്ച് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ടുള്ള ജോഡിയാക്കി മാറ്റണം. അതിനുശേഷം എന്ത് ചെയ്യണം? താഴത്തെ ബോക്സിലേക്ക് സെന്റൻസ് ആക്കി എടുത്തെഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വാക്കുകളുടെ അർത്ഥം അറിയില്ല എന്നുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ്സിൽ ആദ്യം തന്നെ ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ഇതിന്റെ ഉത്തരം എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോന്നിന്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഉത്തരം എഴുതുക എന്ന് പഠിപ്പിച്ചു തരാം. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ജോഡിയും ഓരോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഓരോ വാക്കിന്റെയും അർത്ഥം വായിച്ചു നോക്കാം. അപ്പൊ ഈ അർത്ഥം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹൈലൈറ്റ് ചെയ്ത കളറുകൾ തമ്മിൽ കണക്ട് ചെയ്തു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഉത്തരം എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ വായിച്ചു നോക്കാം. ഉഗ്നെ എന്ന് പറഞ്ഞാല് മുളയ്ക്കാൻ എന്നാണ് അർത്ഥം വരുന്നത്. ഖിൽനെ വിരിയാൻ. പക്കിനെ എന്ന് പറഞ്ഞാല് പാകമാകാൻ. ഉഡിനെ എന്ന് പറഞ്ഞാല് പറക്കാൻ എന്നാണ് അർത്ഥം വരുന്നത്. ജീനെ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ. പിന്നെ അടുത്ത കോളത്തില് കേലിയെ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് വേണ്ടി എന്നാണ്. കേലിയെ എന്നുള്ളതിനർത്ഥം വേണ്ടി എന്നാണ്. ഇനി മൂന്നാമത്തെ കോളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത് ജമീൻ എന്നാണ്. ജമീൻ എന്ന് പറഞ്ഞാൽ നിലം എന്നാണ്. അപ്പോൾ ഓരോ വാക്കിന്റെയും അർത്ഥം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് വെക്കുക. കാരണം നമുക്ക് താഴെ സെന്റൻസ് ആക്കി എടുത്തെഴുതാനുള്ളതാണ്. ജമീൻ എന്നതിന് താഴെ തോടീസി ആഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. തോടീസി എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം വരുന്നത്. ആഗ് എന്ന് പറഞ്ഞാൽ തീ. പിന്നെ മൂന്നാമതായിട്ടുള്ളത് പങ്ക് ഓർ ആസ്മാൻ എന്നാണ്. പങ്ക് എന്ന് പറഞ്ഞാൽ ചിറകാണ്. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ചിറകും ആകാശവും. പിന്നെ നാലാമത്തത് മിട്ടി ഓർ ബൂന്ത്. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണാണ്.
ബൂന്ദ് എന്ന് പറഞ്ഞാല് തുള്ളി. ഇനി അവസാനമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്? നമ്മുടെ അഞ്ചാമതായിട്ട് ഹവ ഓർ ധൂപ്പ്. ഹവ എന്ന് പറഞ്ഞാല് കാറ്റാണ്, ധൂപ്പ് എന്ന് പറഞ്ഞാല് വെയില്, സൂര്യപ്രകാശം. കാറ്റും വെയിലും. ഇനി നമ്മുടെ നാലാമത്തെ കോളത്തില് ചാഹിയെ എന്ന് എഴുതിയിട്ടുണ്ട്. ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണമെന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ വാക്കിന്റെയും അർത്ഥം ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കിത് ഓരോന്നും എന്ത് ചെയ്യാം? ജോഡിയാക്കി മാറ്റാം. അപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കളറുകളിലൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഓരോ വാക്കും വായിക്കുക, അതിന്റെ അർത്ഥവും വായിച്ചു പോവാം. താഴത്തെ ബോക്സിൽ ഓൾറെഡി ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഉഗ്നെ കേലിയെ മിട്ടി ഓർ ബൂന്ദ് ചാഹിയെ. മുളയ്ക്കാൻ വേണ്ടി മണ്ണും തുള്ളിയും വേണമെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് കേലിയെ വേണ്ടി എന്നുള്ളതും ചാഹിയെ എന്നുള്ളതും ഈ സെന്റൻസുകളിൽ കോമൺ ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ ബാക്കിയുള്ളതാണ് നമ്മൾ ജോഡിയാക്കി മാറ്റിയിട്ട് സെന്റൻസ് ആക്കി എടുത്തെഴുതേണ്ടത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് ഏതാണ്, അതെങ്ങനെയാണ് ജോഡിയായിട്ട് വരുന്നതെന്ന് നോക്കാം. ഖിൽനി എന്ന് പറഞ്ഞാല് വിരിയാൻ എന്നാണ് അർത്ഥം. അത് ഞാനൊരു ലൈറ്റ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കോളത്തിലേക്ക് നോക്കിയാലും അതേപോലെ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാലും അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വിരിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം? കാറ്റും വെയിലും വേണം. അപ്പൊ ആ സെന്റൻസ് എന്താണ്? ഖിൽനെ കെ ലിയെ ഹവ ഓർ ധൂപ്പ് ചാഹിയെ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. പക്നി. പക്നി എന്ന് പറഞ്ഞാല് പാകമാവാൻ. പാകമാവാൻ വേണ്ടി എന്ത് വേണം? കുറച്ച് തീ വേണം അല്ലെ? അപ്പൊ പക്നെ കെ ലിയെ തോടി സി ആഗ് ചാഹിയെ എന്നുള്ളതാണ് അതിന്റെ ഉത്തരായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് വായിച്ചു നോക്കാം. ഉടനെ. ഉടനെ എന്ന് പറഞ്ഞാല് പറക്കാൻ എന്നാണ്. അപ്പൊ ഇതിന്റെ ജോഡി ഏതാണെന്ന് മൂന്നാമത്തെ കോളത്തിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഉടനെ കേലിയെ പങ്ക് ഓർ ആസമാൻ ചാഹിയെ അല്ലെ? പറക്കാൻ വേണ്ടിയിട്ട് ചിറകും ആകാശവും വേണം. ഇനി അവസാനത്തെ വായിച്ചു നോക്കാം. ജീനെ. ജീനെ എന്ന് പറഞ്ഞാല് ജീവിക്കാൻ. ജീനെ കേലിയെ ജമീൻ ചാഹിയെ. ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നിലം വേണം അല്ലെ? ഭൂമി വേണം. അപ്പൊ നമ്മുടെ ഈ ആക്ടിവിറ്റിയിൽ ഓരോന്നും ജോഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മിലേ സബ്കോ എന്നുള്ള കവിതയിൽ വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ആ കവിതയിൽ ഓരോ വരി നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരമൊക്കെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ വാക്കിന്റെയും അർത്ഥം നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. അത് ഈ പരീക്ഷയ്ക്കായാലും ഇനിയുള്ള ഓരോ ക്ലാസ്സുകൾ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇനി നമുക്ക് താഴേക്ക് സെന്റൻസ് ആക്കി എടുത്തെഴുതാം. ഇവിടെ ഏത് കളറിലാണോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ആ കളറിൽ തന്നെയാണ് സെന്റൻസ് എടുത്തെഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ജോഡി എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ താഴേക്ക് എടുത്തെഴുതാം. അപ്പൊ ഇങ്ങനെയാണ് ഉത്തരം എഴുതി കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങളും എൻ്റെ കൂടെ വായിക്കുക. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാക്കുകൾ എങ്ങനെയാണ് തെറ്റാതെ വായിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ ഒരുപാട് അക്ഷരങ്ങളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വായിച്ചു നോക്കാം. ആദ്യത്തേത് വായിക്കാം. ഉഗ്നെ കെ ലിയെ മിട്ടി ഓർ ബൂന്ദ് ചാഹിയെ. മുളയ്ക്കാൻ വേണ്ടി മണ്ണും തുള്ളിയും വേണം എന്നുള്ളതാണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഇനി രണ്ടാമത്തെ വായിക്കാം. ഖിൽനെ കെ ലിയെ ഹവ ഓർ ധൂപ്പ് ചാഹിയെ. വിരിയാൻ വേണ്ടി കാറ്റും വെയിലും ഒക്കെ വേണം. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു മുട്ട ആയാല് അത് വിരിയാൻ വേണ്ടിയിട്ട് കാറ്റും സൂര്യന്റെ പ്രകാശമൊക്കെ വേണ്ടതാണെന്ന്. പിന്നെ മൂന്നാമത്തെ വായിച്ചു നോക്കാം. പക്നെ കെ ലിയെ തോടി സി ആഗ് ചാഹിയെ. പാകമാവാൻ വേണ്ടി കുറച്ച് തീ വേണം. ഇനി അടുത്തത് വായിച്ചു നോക്കാം. ഉടനെ കെ ലിയെ പങ്ക് ഓർ ആസമാൻ ചാഹിയെ. പറക്കാൻ വേണ്ടി ചിറകും ആകാശവും വേണം. അപ്പൊ ഇനി അവസാനത്തെ വായിച്ചു നോക്കാം. അത് ഓറഞ്ച് കളറിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ജീനെ കെ ലിയെ ജമീൻ ചാഹിയെ. ജീവിക്കാൻ വേണ്ടി നിലം വേണം, ഭൂമി വേണം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ മിലേ സബ്കോ എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചു ഓർ ബിനിയ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. പെഹചാനെ അഭിനയിക്കരെ. തിരിച്ചറിയാനും അഭിനയിക്കാനാണ് ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്.
നമ്മുടെ ഇച്ചു ഓർ ബിനിയ എന്ന കഹാനിയിലെ വളരെ പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സായ ഇച്ചുവും ബിനിയയും പറഞ്ഞ സംഭാഷണങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇത് വായിച്ച് ആരാണ് ഓരോന്നും പറഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അടയാളപ്പെടുത്തണം. എന്നിട്ട് താഴേക്ക് എടുത്തെഴുതണം. അപ്പൊ നമുക്ക് ഇതൊക്കെ ആരാണ് പറഞ്ഞതെന്ന് വായിച്ചു നോക്കാം. അപ്പൊ 2 പേരും പറഞ്ഞ കാര്യങ്ങള് ഞാൻ ഓരോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വായിച്ച് ആരാണ് പറഞ്ഞതെന്ന് നോക്കാം. മേ അക്കേലെ നെഹി ഹം ബഹുത് സാരി ചീണ്ടിയാ മായേഗി. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകൾ വരുമെന്ന് പറഞ്ഞത് ആരായിരുന്നു? നമ്മുടെ ബിനി ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള വായിച്ചു നോക്കാം. ഹും അരേ നെഹി ഗുദ്ഗുദി ഹോഗി. ഇല്ല വേണ്ട, ഇക്കിളി വരുമെന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഇച്ചു ആണ്. പിന്നെ താഴത്തെ വായിച്ചു നോക്കാം. മേ ഗന്ന ബൻ ജാത്താ ഹൂ. ഞാൻ കരിമ്പാകും, ഞാൻ കരിമ്പായി മാറുമെന്ന് ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാള് തന്നെയാണ് ഞാൻ എരുമയായി മാറാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാരാണ്? നമ്മുടെ ഇച്ചു ആണ്. അപ്പൊ ഇനി താഴത്തെ വായിച്ചു നോക്കാം. ദോനോ സാത്ത് സാത്ത് രഹേങ്കെ. 2 പേരും ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഇച്ചു ആണ്. ഇനി റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് വായിക്കാനുള്ളത്. ഗുദ്ഗുദി നെഹി ഹോഗി. ഇക്കിളി ഉണ്ടാവില്ല എന്നാണ് അതിനർത്ഥം. നമ്മുടെ മുകളില് ഹും അരേ നെഹി ഗുദ്ഗുദി ഹോഗി എന്ന് ഇച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്കിളി ആവില്ല എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ബിനിയാണ്. ഇപ്പൊ ബിനിയുടെ ഡയലോഗ് ഏതാണ്, ഇച്ചു പറഞ്ഞ ഡയലോഗ് ഏതാണ് നമ്മളിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബിനിയ പറഞ്ഞ കാര്യങ്ങളാണ്. ഓറഞ്ച് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇച്ചു പറഞ്ഞ കാര്യമാണ്. ഇത് ഓർഡർ തെറ്റിയിട്ടാണല്ലോ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ഓർഡർ ആക്കി ഇവിടെ എഴുതി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കത് കറക്റ്റ് ഓർഡർ ആക്കി മാറ്റാം. ഇവിടെ ഇച്ചുവും ബിനിയും പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിൽ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇച്ചുവിൽ നിന്നാണ് നമ്മുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇച്ചു മേ ഗന്ന ബൻ ജാത്താ ഹൂ. ഞാൻ കരിമ്പായി മാറാം, ഞാൻ കരിമ്പാകുമെന്ന് ഇച്ചു പറഞ്ഞു. അടുത്തതായിട്ട് ബിനിയ ആണ് വരുന്നത്. ബിനിയ മേ അക്കേലെ നെഹി ഹം ബഹുത് സാരേ ചീണ്ടിയാ മായേഗി. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകൾ വരുമെന്ന് ബിനിയ പറഞ്ഞു. അപ്പൊ ഇച്ചു പറഞ്ഞ കാര്യമാണ് ഇനി മൂന്നാമതായിട്ട്. ഇച്ചു ഹും അരേ നെഹി ഗുദ്ഗുദി ഹോഗി. ഇല്ല വേണ്ട, ഇക്കിളി വരുമെന്ന് ഇച്ചു പറഞ്ഞു. അപ്പൊ ഇക്കിളി വരുമെന്ന് ഇച്ചു പറഞ്ഞപ്പോ ബിനിയ എന്താണ് മറുപടി പറഞ്ഞത്? അത് 4ാമതായി കൊടുത്തിട്ടുണ്ട്. ഗുദ്ഗുദി നെഹി ഹോഗി. ഇക്കിളി വരില്ല, ഇക്കിളി ഉണ്ടാവില്ല എന്ന് ബിനിയ പറഞ്ഞു. 5ാമതായിട്ട് വരുന്നത് ഇച്ചുവിന്റെയാണ്. ഇച്ചു ദോനോ സാത്ത് സാത്ത് രഹേങ്കെ എന്ന് പറഞ്ഞു. 2 പേരും ഒരുമിച്ച് നിൽക്കാമെന്ന് നമ്മുടെ ഇച്ചു പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് കറക്റ്റ് ഓർഡറിൽ എന്ത് ചെയ്യാം? ഇതേപോലെ താഴേക്ക് എടുത്തെഴുതാം. അപ്പൊ മുകളില് നമ്പർ ഇട്ട അതേ ഓർഡറിൽ താഴേക്ക് എടുത്തെഴുതിയിട്ടുണ്ട്. ഇച്ചു പറഞ്ഞ കാര്യവും ബിനിയ പറഞ്ഞ കാര്യവും നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് 4 ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ നിങ്ങൾ എഴുതിയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പൊ എന്തായാലും എക്സാമിന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നല്ലൊരു മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തന്നത് ഇഷ്ടമായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.